ഇപ്പം ഫാമിലി ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലി ലൈഫിനെ എപ്പോഴെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഈ ഞാന് ജീവിതത്തില് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ച് പോവാണ്. അപ്പം ഈ ഒരു 6-7 സ്ഥലത്ത് പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് അമ്മ ചോദിക്കും. അപ്പൊ ഞാൻ സൂര്യ ടിവിയിലാണ് ജോലി. അന്ന് ഞാൻ സൂര്യ ടിവിയിലാണ് ജോലി ചെയ്യുന്നത്. സൂര്യ ടിവിയിൽ എന്താണ് അവർക്ക് ഇതൊന്നും പ്രൊഡ്യൂസർ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലായി. അപ്പം നമ്മൾ പറയുന്നത് അപ്പം എങ്ങനെയാണ് പയ്യൻ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത് ചോദ്യം വരുന്നത്. അപ്പൊ പറയാണ് എനിക്കറിയാം ഇതിന് പെട്ടെന്ന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം തരികിട. ഇത്രയും പറഞ്ഞു കഴിയുമ്പോ അവിടുന്ന് തന്നെ അവർക്ക് ചോദ്യം ഉണ്ടാവും. ഈശ്വര, പിന്നെ അവരുടെ മുഖം ഈ ഗൗരവത്തിലിരിക്കുന്ന ആള് പെട്ടെന്ന് ഭയങ്കര പരിപാടി. അപ്പൊ ആള് തരികിടയായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംസാരവും കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ പോലും അതുമായി റിലേറ്റ് ചെയ്യുന്ന സംസാരത്തിലേക്ക് അങ്ങനെ സംസാരം മുന്നോട്ട് പോയി. പിന്നെ അങ്ങോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ കല്യാണത്തെ കുറിച്ചുള്ള ഡിസ്കഷനോ ഒന്നുമല്ല. ഈ പ്രോഗ്രാമിന്റെ വർത്തമാനങ്ങളിലും കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് അതിന് മുന്നിലുള്ള എപ്പിസോഡും നമ്മുടെ ചമ്മിയന്റെ എപ്പിസോഡുകൾ ഒക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോയ എത്രയോ പെണ്ണ് കാണലുകൾ എനിക്കുണ്ടായിരുന്നു. എത്രയെണ്ണം കണ്ട്? ഒരു 6-7 കണ്ട്. ഇത് കല്യാണത്തിന് ശേഷം അതിനു മുന്നേ ചോദിക്കട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, അമ്മയുണ്ട്. വിവാഹത്തിന് ശേഷം, ഇപ്പൊ ഈ വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും വിവാഹത്തിന് ശേഷം ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രാങ്ക് കൊണ്ടോ ലൈഫിൽ എപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നോ? എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഈ പറ്റിക്കണമെന്ന് ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച് വന്ന ആളല്ല. പെട്ടെന്ന് വന്ന അപ്രതീക്ഷിത നിമിഷത്തിൽ പിന്നെ ഇത് അങ്ങ് ജീവിതത്തിന്റെ ഭാഗമായതാണ്. അതാണ് ഒന്ന്. അപ്പോൾ ഇതില് പ്രധാനപ്പെട്ട ഒരു സംഭവം, എന്റെ ഫാമിലിയിൽ ആരെയും പറ്റിക്കുന്നത് ഇഷ്ടമല്ല. എന്റെ ഫാമിലി വലിയൊരു ഫാമിലിയാണ്. അതിനകത്ത് ആരെയും പറ്റിക്കുന്നത് ഇഷ്ടമല്ല. 2, ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്, പ്രാങ്ക് ഷോ ചെയ്യുന്നത് വീട്ടുകാർക്ക് ആർക്കും ഇപ്പോഴും താല്പര്യമില്ല. ഈ കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് അവർക്കാർക്കും താല്പര്യമില്ലാത്തതാണ് ഈ ഒരു സംഗതി. അത് ഇങ്ങനെ തന്നെ പോകുന്നു. അപ്പൊ വീട്ടുകാർ ചോദിക്കും, അത് നിർത്താറായില്ലേ എന്ന് ചോദിക്കും. നിർത്താറാവും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹ്യൂമർ കിടപ്പുണ്ട്. ഇതൊരു കലയാണ്. ഇതൊരിക്കലും പ്രാങ്ക് എന്ന് പറയുന്ന ഒരു കലയായിട്ട് തന്നെ ആളുകൾ കാണേണ്ടതായിട്ടുണ്ട്. ആ കലയെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയാണ്. അത് പ്രേക്ഷകന് കൊടുക്കുകയാണ്. പ്രേക്ഷകന് ഇഷ്ടപ്പെടുകയാണ്. അതാണ്. അല്ലാതെ ഒരിക്കലും ഒരാളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ ബോധപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ അല്ല ഇത്തരം പ്രാങ്ക് ഷോകൾ. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രക്തത്തിൽ അലിഞ്ഞും പോയി. അതെ, ആ കലയാണ് ഈ കല. അതെ, ഉറപ്പായിട്ടും. കാരണം മറ്റതൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. ഇത് ഈ ആളെ തിരിച്ചറിയാതെ കൊണ്ടുപോവുക. നമ്മളോട് സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവരുടെ മുഖം വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ ഷോ ചെയ്യുന്നത്? സ്വാഭാവികം എങ്കിൽ ആ ചോദിക്കുന്ന ആളിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ ആർട്ടിസ്റ്റിന് വെച്ച് ഷോ ചെയ്തു തരാം എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളിയാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനം. ഇപ്പം നമ്മളൊരു സമകാലീന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി, അതായത് കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് പ്രാങ്ക് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു RJക്ക് ഒരു ഷോയിൽ പാകപ്പഴ സംഭവിച്ചു. ഞാൻ അതിനെ ഒരു പ്ലാനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് എന്നാണ്. ചേട്ടന്റെ കാഴ്ചപ്പാട്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അതിനെ ഒന്ന് അസസ് ചെയ്താൽ അതിലെവിടെയാണ് പഴച്ചത്? ഓക്കെ, നമ്മുടെ ഷോ എന്ന് പറയുമ്പോൾ ഒരു 10-20 പേരുടെ അധ്വാനമാണ് നമ്മുടെ ഷോ എന്ന് പറയുന്നത്. എഡിറ്റർ ഉൾപ്പെടെ വരുമ്പോൾ ഒരു 25ഓളം പേര്, ഗ്രാഫിക്സ് ഡിസൈനർ ഉൾപ്പെടെ വരുമ്പോൾ 10-25 പേരുടെ ആധ്വാനമാണ്. ഇവിടെ അവർ ചെയ്യുന്നത് 2 RJs, അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഓഡിയോ എഞ്ചിനീയർ, ഒരു ക്യാമറമാനും ഒക്കെ മാത്രമേ ഉള്ളൂ റൂമിനകത്ത്. അപ്പം അത് ഒതുങ്ങി പോകുമ്പോൾ അവർക്ക് വേറെ കമ്മിറ്റ്മെന്റുകളൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു എപ്പിസോഡ് കഴിഞ്ഞു പോയാൽ പോലും അതിന്റെ ബാധ്യത തീരൂല. എത്രയോ കാലം കഴിഞ്ഞിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ ഇടയിൽ പറയാവുന്ന ഒരു കാര്യം, ഈ കല്യാണം കഴിഞ്ഞ എല്ലാം പോയി, എപ്പിസോഡും ടെലികാസ്റ്റ് പോയതിന് ശേഷം നമ്മളെ വന്ന് കണ്ട് സംസാരിച്ച്, ഞങ്ങളിപ്പം ഒരുമിച്ചല്ല കേട്ടോ, 2ആയിട്ടാണ്, അതുകൊണ്ട് അത് മാറ്റിക്കളയണം എന്ന് പറഞ്ഞ് ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാം. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവിടെ ഇദ്ദേഹം ഈ ഷോ ചെയ്തത്. ഈ ഷോയ്ക്കകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഷോ ചെയ്യുമ്പോൾ
ഈ ഫോണിലാണ് ആളെ വിളിച്ച് പറ്റിക്കുന്നത്. അപ്പൊ ഈ ഫോണിൽ വിളിച്ച് പറ്റിക്കുമ്പോൾ ആളിന് എന്തെന്നറിയില്ല. അപ്പം ആ പദപ്രയോഗങ്ങളുടെ വിഷയം കൊണ്ട് ആള് ഫോൺ കട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ ഫോൺ കട്ട് ചെയ്ത് പോയാൽ സ്വാഭാവികമായിട്ട് അടുത്ത് വേറെ നമ്പറിൽ നിന്നെങ്കിലും, ഞാനായിരുന്നെങ്കിൽ വേറെ നമ്പറിൽ നിന്നെങ്കിലും വിളിച്ച് ചേച്ചി നമസ്കാരം, അതിനകത്ത് ഒരു തെറ്റ് പറ്റിയതാണ്, അല്ല അറിയാതെ വന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ക്ലാരിറ്റി കൊടുക്കണമായിരുന്നു. അല്ല നമ്മള് പിന്നെ അതിന്ന് കൊണ്ടുപോയിട്ട് പോവുകയല്ല, അത് കൃത്യമായി നമുക്ക് ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പൊതുസമൂഹവും അവർക്കൊപ്പം മാത്രമേ നിൽക്കുള്ളായിരുന്നു. അതൊരു കയ്യബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുള്ളായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അവിടെ എസ്കലേറ്റ് ചെയ്തു. മാത്രമല്ല അവരിൽ നിന്നൊരു റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷ്വൽ വേസിലോ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമ്മളിവിടെ അതിനകത്തുകൂടെ ചേർത്ത് കാണിച്ചെങ്കിൽ ഓക്കെ, കുട്ടികളാണ്, അവർക്ക് സ്വാഭാവിക തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. പക്ഷെ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മാറി. എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്നു, അതൊരു TV പരിപാടിയാണ്, അവരൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്, അതുകൊണ്ട് എനിക്കത് ആ തെറ്റില് ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഇല്ല, പ്രശ്നം ഇവിടെ തീരുകയാണ്. അപ്പോഴും ഒറ്റ ചോദ്യം ഞാൻ ഓഡിയൻസിന്റെ മുമ്പിലോട്ട് വെക്കുന്നത്, ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇതിനും വേണ്ടി ഇങ്ങനെ ആക്രമിക്കേണ്ട കാര്യം, ഇതിലും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും എന്താ പറയാ നിലവാരം കുറഞ്ഞതോ വളരെ മോശപ്പെട്ട പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഇതിന്നൊരു എന്താ പറയാ ഒരു മനസ്സിലായി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ആ കുട്ടിക്ക് മനുഷ്യനാണ്, ഇപ്പൊ എനിക്ക് തെറ്റുപറ്റാം, അൻസലിന് തെറ്റുപറ്റാം, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം ജീവിതത്തിൽ. അങ്ങനെയാണ്. ആ തെറ്റിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരാളെ എപ്പോഴും തറയിലിട്ട് ചവിട്ടാൻ നോക്കുന്നത് അത് ഉചിതമായിട്ട് തോന്നുന്നില്ല. കാരണം ആ കുട്ടി തെറ്റ് പറഞ്ഞു, ഞാനത് പറഞ്ഞു, അപ്പോളജി പറഞ്ഞതിന് ശേഷം നമ്മൾ അയാളെ വെറുതെ വിടാൻ നോക്കുക. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് കമന്റ് ബോക്സിൽ തീരെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല. കാരണം ആ കുട്ടിയും നാളെ ജീവിക്കാൻ കൂടിയാണ് ഈ അഭ്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലപ്പോൾ മനസ്സിനകത്ത് ഉദ്ദേശം ഒന്നും ഉണ്ടാവില്ല, വേറെ അയാളെ ഉപദ്രവിക്കാനൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അയാൾക്ക് വേണ്ടി വേറൊന്നും ഏറ്റുപിടിച്ച് പറയുന്നതല്ല. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു മറുസൈഡും കൂടെ ഇല്ലേ? നാളെ നമ്മുടെ ഒരു സഹോദരിക്കോ നമ്മുടെ ഒരു ബന്ധുവിനോ ഒക്കെ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ ഒന്ന് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ മലയാളി, ഈ സോഷ്യൽ മീഡിയ കാണുന്ന മലയാളി ശ്രമിക്കണം എന്നുള്ളൊരു വാക്കുകൂടി എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. മലയാളിയുടെ ഒരു പൊതുബോധം അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന ആ ഒരു ബോധമാണ് എനിക്ക് തോന്നുന്നു അത് തന്നെ അതൊരു ഭയങ്കര തെറ്റായിപ്പോയി. അത് നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെ, അതിനെ അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരുത്താനുള്ള അവസരം കൊടുക്കുകയോ ചെയ്യാതെ മറ്റൊന്നെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിന്റെ എക്സ്ട്രീം എന്താണ്? അവർ പറഞ്ഞു, നിങ്ങൾ അപ്പോളജി പറഞ്ഞില്ലേ, ആ കുട്ടികൾ പോയിട്ട് അവരെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു, തിരിച്ചു പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് അവരെന്താണ് പറയേണ്ടത്? ഓരോരുത്തരും വീടുകളിൽ പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു പൊതു പ്ലാറ്റ്ഫോമിലൂടെ നമുക്കത് പറയാൻ പറ്റൂ, അവർക്ക് പറയാൻ പറ്റൂ. അവരത് പറഞ്ഞു. ഇതിനപ്പുറം വിടുക, നമുക്ക് ഇനിയും പ്രശ്നങ്ങൾ വരൂ, അതിനകത്ത് നിങ്ങൾ ഇടപെടുക. ഇത് അവരുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കഴിഞ്ഞു. നമ്മൾ അതിനകത്ത് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് രംഗത്ത് വരേണ്ട കാര്യം ഇല്ല എന്ന് തോന്നുന്നു. സംഗതി തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്ന അഭിപ്രായം. അല്ലെ, ഞാൻ വക്കാലത്ത് പറയുന്നതൊന്നുമല്ല, എനിക്ക് തോന്നിയത്. ഇനിയും പുതിയ പ്രാങ്ക്സ്റ്റേഴ്സ് വരും, പുതിയ പ്രാങ്കുകൾ അല്ലെങ്കിൽ പുതിയ രീതികൾ വരും, അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്തായിരിക്കും? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും പ്രാങ്ക് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഈ വഴിയെ നടന്നു പോകുന്ന ആളുകളെ പ്രാങ്ക് ചെയ്യാൻ. ഉദാഹരണത്തിന് നമ്മളൊരു റോഡ് സൈഡിലാണ് നിന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവഴി നടന്നു പോകുന്ന ഒരു പ്രായമുള്ള ഒരാൾ, ആ ആളിന്റെ മാനസികാവസ്ഥ എന്തെന്ന് നമുക്കറിയാമോ? അറിയില്ല. ഒരു ആശുപത്രി കേസ് കഴിഞ്ഞിട്ട് സ്വന്തം കൂടെയുള്ള ഒരാളിനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഓടി അരച്ച് പോകുന്ന സമയത്തായിരിക്കും നമ്മളുടെ നട റോഡിലെ പ്രാങ്ക് അരങ്ങേറുന്നത്. ഈ പ്രാങ്ക് അരങ്ങേറുമ്പോൾ ആ ആളിന് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിയണം. അതുകൊണ്ട് തന്നെ ഈ പൊതു ഇടങ്ങളിലെ പ്രാങ്കുകൾ നിരോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നും കൊണ്ടല്ല, നിരോധിച്ചില്ലെങ്കിലും നമ്മൾ സ്വയം അറിഞ്ഞ് ഈ പ്രാങ്കിൽ നിന്ന് പിന്മാറണം എന്നാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ എന്തെല്ലാം സംഭവമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പ്രാങ്ക് ചെയ്യേണ്ട ആളുകൾ വരും, ഉറപ്പായിട്ട് വരും. ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു മാസത്തിൽ വെറും 4 പ്രോഗ്രാമേ ടെലികാസ്റ്റ് ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മുടെ മെയിലിലും നമ്മുടെ നേരിട്ടുള്ള ഫോൺ വിളിയും ഒക്കെ വരുമ്പോൾ ഒരു ദിവസം ഒരു 60 മുതൽ 100-ലധികം വിളികൾ വരും, ഒരു മാസം വരും. നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്രയും പേര് പ്രാങ്കിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രാങ്ക് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് എന്നത് സാധാരണ ഇക്വേഷൻ മാത്രമാണ്. അപ്പൊ ഉറപ്പായിട്ടും
അവർക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഇവിടെ തുറന്നു കിടപ്പുണ്ട്. നിങ്ങൾ അത് തീരെ ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കലയെ നശിപ്പിക്കും പോലത്തെ ഒരു അവസ്ഥ കൂടി ഇവിടെ കൈവരും എന്നുള്ളതാണ് കുറെ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു മറുവശം കൂടെ ചോദിക്കുകയാണ്. അതായത് ഏതൊന്നിനും ഇതിനൊരു നിയമവശമുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ അയാളുടെ അനുവാദമില്ലാതെ പറ്റിക്കപ്പെടുകയും ചെയ്താൽ ഈ പ്രാങ്ക്സ്റ്റർ നേരിടാൻ സാധ്യതയുള്ള നിയമ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഈ പറ്റിക്കുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് ഇത് ടി വി കാണിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയാണ്. അപ്പോ ശരിക്കും ഞാൻ നാളെ ടി വിയിൽ കാണിക്കുകയാണ്. ഓക്കെ, കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായി കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാം. അതിന് സംഭവം തന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പ്രതികരിച്ചത് പൊതുസമൂഹത്തെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രതികരണം. അങ്ങനെ നിങ്ങൾ പ്രതികരിച്ചാൽ ഉറപ്പായിട്ടും അതിന് നിങ്ങൾ നാളെ സാധാരണ മറ്റൊരു വിഷയം പോലെ തന്നെ നിങ്ങൾ കോർട്ടിൽ കയറി നിന്ന് കേസ് നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കണം എന്നുള്ളതും കൂടി ആണ് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം. മാനഹാനി അതുപോലെയുള്ള അതിന് നഷ്ടപരിഹാരം അങ്ങനെ വലിയ തുകകളൊക്കെ ആവശ്യപ്പെട്ടാൽ ആ തുക വരെ കൊടുക്കേണ്ടി വരും. കൊടുക്കണൊക്കെ ഇത് നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രാങ്ക് എന്ന് പറയുന്നത് ഒരാളെ കടന്നാക്രമിക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ആക്രമിക്കുക എന്നുള്ളതൊക്കെ വിട്ടേക്കാം. അതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു രസത്തിന് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടി കുറെ നിമിഷങ്ങൾ അയാളുടെ ഒറിജിനൽ പ്രതികരണം അവിടെ വന്നു, അത് കണ്ടു, അത് മനസ്സിലാക്കി, ചേട്ടാ ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മുമ്പോട്ടുള്ളൊരു യാത്ര എങ്ങനെയാണ്? ഈ കുറച്ച് നാളൂടെ പോവോ? നമുക്ക് ഏറ്റവും ദൈവം സഹായിച്ചാൽ നമുക്ക് അമേരിക്കയിൽ ഷോ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും നമ്മൾ വിചാരിക്കുന്നത്. അതിന് കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് നമ്മൾ സ്ഥിരം പ്രോഗ്രാം കാണുന്നതാണ്. ഇപ്പൊ ഒരു US ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു നീക്കം നമ്മൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻ നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. നമ്മളവിടുത്തെ അവരുടെ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രാങ്ക് പരിപാടി ചെയ്യാനല്ല, അവരുടെ ഷോ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലും മറ്റു പൊതു ഇടങ്ങളിലും ഒക്കെ നമ്മളെ പരിചയപ്പെടാനും നമ്മളോട് സംവദിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നീക്കം നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് ആ സംഗതി നടന്നില്ലെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അയ്യോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെ, അത് വളരെ വിരളമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്തായാലും നമ്മുടെ കലാകാരന്മാർക്ക് അവിടെ പോകാനും അത് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി അവിടുത്തെ ഓഡിയൻസായിട്ട് സംവദിക്കാനും പറ്റുക എന്നുള്ളത് ഭയങ്കര പരിപാടിയാണ്. അപ്പം അതിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു? അത് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, അതിന്റെ കുറെ പ്രോസസ്സിലൂടെയാണ് അത് പോകേണ്ടത്. അപ്പൊ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 മാസമായി അതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട്. നമ്മൾ 2026 അവര് പ്ലാൻ ചെയ്യുന്നത്. 2026 നമ്മളവിടെ കൊണ്ടുപോവുക. 26 മാസമേ ഉള്ളൂ. അതെ, 2026 അവിടെ കൊണ്ടുപോയി നമുക്ക് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിനകത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയ സ്ഥലങ്ങളാണ്. പക്ഷെ പ്രാങ്ക് ചെയ്യുന്ന ആരും തന്നെ ആ നാട്ടിൽ പോയിട്ടില്ല. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പ്രാങ്ക് നടത്തുന്ന ആൾക്കാർ അവരുടെ വലിയ ആഗ്രഹമായിട്ടാണ് അവർ പറയുന്നത്. ചേട്ടനോട് ചേട്ടാ ഞാനും കൂടെയാണ്, എന്നെ കൊണ്ട് ശിഷ്യപ്പെടുത്തണം, അങ്ങനെ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്? ഇന്നിങ്ങോട്ട് വരുമ്പോ നിങ്ങളുമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി വരുമ്പോ എന്നെ വിളിക്കുന്ന ഒരു ആലപ്പുഴയുള്ള ഒരു പയ്യൻ, അവന്റെ എന്തോ കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. അവൻ ദിവസവും കണ്ട് അഡിക്റ്റായി അവൻ വെറുതെയൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുക ഒക്കെയാണ് അവന്റെ ഹോബി. അപ്പൊ എന്റെ പറയും, സാറേ ഇനി എന്നും കൂടെ ഒന്ന് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. അപ്പൊ ഈ തുടക്കത്തിൽ അവൻ വരുമ്പോ സാറേ പൈസയോ ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ, കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ എനിക്ക് അവസരമില്ല, ഞാൻ എന്തെങ്കിലും ഒരു സാധ്യത വരുമ്പോ ചെയ്യാം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയും. കാരണം ആരെയും നിരാശപ്പെടുത്താനല്ല. കാരണം നമ്മൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക. അത് ചിലപ്പോൾ അവർക്ക് നാളെ വളർന്നു വരേണ്ട വലിയ മോഹൻലാലും മമ്മൂട്ടിമാരൊക്കെ അവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ അവസരങ്ങളില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ വേഷമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. തലമുറ കൈമാറുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം 22 വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല, എത്ര പെട്ടെന്നാണ് പോയെന്ന്. അതിനനുസരിച്ച് ഈ 22 വർഷത്തെയും മാറ്റങ്ങൾ ഭയങ്കരമായിരുന്നു. അങ്ങനെ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ് അല്ല, ഇനിയിപ്പോ വരുന്ന 10-15 വർഷങ്ങളായിട്ട്. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. തലമുറ കൈമാറ്റം
ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവത്തിന്റെ കയ്യിലാണ്. ആ ഒരു ടേസ്റ്റ് ഉണ്ടോ മക്കൾക്ക്? അങ്ങനെ ഒരു അതിനോട് രസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് കാരണം ഒന്ന് എന്റെ മോനെ സംബന്ധിച്ച് അയാള് ചെറിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങനെ ഇതൊന്നും ആയി വന്നില്ല. അവന് ചിലതൊക്കെ ഇങ്ങനെ നിരീക്ഷണമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായിരിക്കും അറിഞ്ഞൂടാ. അച്ഛനെ നിരീക്ഷണം കിട്ടി. എനിക്ക് എന്റെ ഷോ കാണാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ ആ ഷോയുടെ സൈഡിലും വെച്ചിലും ഒക്കെ വന്നു പോകുമ്പോ അത് അച്ഛനല്ലേന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കും. ഓരോ ചില ഷോകളെ കാണുമ്പോ ഇതിന് ഞാൻ ഉണ്ടോന്ന് ചോദിക്കാറുണ്ട്. സ്കൂളിൽ പോയി പറയാറുണ്ട് എന്റെ അച്ഛൻ മറ്റേ പറ്റിക്കുന്ന പരിപാടിയുടെ ആളാണ്. എന്റെ മോളിലെ ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ അറിയാം ഞാനിങ്ങനെ പറ്റിക്കുന്ന ആളാണ് എന്റെ ജോലി എന്ന്.